ഞങ്ങൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. മേരി മനോജ്ഞേ ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. പാപത്തിൻ ചുഴിയിൽ അലയുന്നു ഞങ്ങൾ, ആലംബമെന്നെ കീണിടുന്നു. പാപത്തിൻ ചുഴിയിൽ അലയുന്നു ഞങ്ങൾ, ആലംബമെന്നെ കീണിടുന്നു. പൊൽക്കരം നീട്ടി ശാന്തി തന്നാട്ടിൽ ആനയിക്കൂ ഞങ്ങളെ, ആനയിക്കൂ ഞങ്ങളെ. മേരി മനോജ്ഞേ ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. നിർമ്മലമാം നിൻ ചേവടിയിൽ ആശ്രയം തേടുന്നു പതിതർ ഞങ്ങൾ. നിർമ്മലമാം നിൻ ചേവടിയിൽ ആശ്രയം തേടുന്നു പതിതർ ഞങ്ങൾ. സ്വർഗീയ ഭാഗ്യം തേടുന്നു ഞങ്ങൾ, ആനയിക്കൂ ഞങ്ങളെ, ആനയിക്കൂ ഞങ്ങളെ. മേരി മനോജ്ഞേ ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. മേരി മനോജ്ഞേ ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരില
എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. സഹനത്തിൽ ഈശോയെ പിരിയാത്തൊരമ്മതൻ ഹൃദയസ്പന്ദനമതിൽ കേട്ടിരുന്നു. എന്റെ യാത്രതൻ താളമതായിരുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിൻ്റെ പിഴയവൾ തീർത്തിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിൻ്റെ പിഴയവൾ തീർത്തിരുന്നു. മാതാവിൻ മടിയിലൂടീശോയിലെത്തുന്ന കുറുക്കുവഴിയവൾ അറിഞ്ഞിരുന്നു. എന്റെ പ്രാർത്ഥന താളമതായിരുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. Holy Mass, written by Saint James, the Apostle, the disciple of Jesus Christ. And as you know, in the Catholic Church there are 23 rites. It's an Antiochian rite, and you are all welcome to this Holy Mass. Thank you very much. Oh. Amen.
സുവിശേഷ പ്രചാരണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയ വിട്ടപ്പോൾ നിങ്ങളൊഴികെ മറ്റൊരു സഭയും എന്നോട് കൊടുക്കൽ വാങ്ങലിൽ പങ്കുചേർന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞാൻ തെസ്സലോനിക്കായിലായിരുന്നപ്പോൾ പോലും എൻ്റെ ആവശ്യത്തിന് 1-2 പ്രാവശ്യം നിങ്ങൾ സഹായം അയച്ചു തന്നു. ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്ന് വിചാരിക്കരുത്, പിന്നെയോ നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആവശ്യത്തിനും അതിലധികവും ലഭിച്ചു. എനിക്ക് എല്ലാം തെളിഞ്ഞിരിക്കുന്നു. കാരണം എപ്രഫ്രോദിത്തോസിന്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിന് പ്രസാദിച്ചതും സുലഭവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബാരിക്കുമോ.
മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്നെ പ്രകീർത്തിക്കും. ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തിയുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കുന്നു. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ ആഗ്രഹിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മലച്ചിട്ട് എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് ശബ്ദത്തിലാക്കി. സമ്പന്നരെ വിറങ്ങയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം സ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹാമിനോടും അവന്റെ സന്തതികളോടും നിയമമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ കരുണയിൽ ഇവിടെ അൽത്താരയിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ച അവസരം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് കരുണയായിട്ട് നമ്മൾ കാണുകയാണ്. വിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് അനേകം കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധ്യമാകും. എന്നാൽ പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് നമുക്ക് പറയുവാൻ സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷി വാസ് ഓൾവേസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പരിശുദ്ധ മാതാവ് എപ്പോഴും തന്നെ സമർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിൽ ദൈവം ഇഷ്ടപ്പെടുകയും അവളെ ദൈവത്തിൻ്റെ മാതാവായിട്ട് തിരഞ്ഞെടുക്കുകയും ലോകത്തിന് ഏറ്റവും വലിയ സമ്മാനമായിട്ട് പരിശുദ്ധ മാതാവിനെ നമുക്ക് നൽകുകയും ചെയ്തു. രണ്ടാമതായ പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഷി വാസ് ഓൾവേസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് ദ ഫാമിലി. ഒരു നല്ല കുടുംബം നേതൃത്വം കൊടുക്കുന്നതിനായിട്ട് പരിശുദ്ധ മാതാവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. ദൈവം നൽകിയതായിട്ടുള്ള കുടുംബ ജീവിതം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ഗ്ലോറിയ കുടുംബമായിട്ട് കാത്തെ സൂക്ഷിക്കുന്നതിൽ പരിശുദ്ധ മാതാവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ആ കുടുംബത്തിൻ്റെ നന്മകൾ വഴിയായി യേശുക്രിസ്തുവിനെ ലോകത്തെ നൽകുകയും ചെയ്തു. പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിൽ നാം കാണുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഷി വാസ് ഓൾവേസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, അവരുടെ കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതിൽ, ആവശ്യമുള്ള സന്ദർഭങ്ങളിലെല്ലാം കാനായിലേക്കാണ് വരുന്നതും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പരിശുദ്ധ എലിസബത്തിനെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ പരിശുദ്ധ മാതാവ് പ്രത്യേകമായിട്ട് താല്പര്യമെടുക്കുകയും മറ്റുള്ളവരെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുവാനായിട്ടിടയായി. നമ്മളിവിടെ വിശുദ്ധ സന്നിധിയിൽ പ്രത്യേകിച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് ഈ 3 പ്രത്യേക ചിന്തകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥനകളിലെ, ആരാധനകളിലെ, വചന ശുശ്രൂഷകളിലെ എല്ലാം മറ്റുള്ളവർക്ക് നല്ല മാതൃക കൊടുക്കുന്നവരായി തീരുവാൻ, അതുപോലെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ആ കുടുംബം ഏറ്റവും മഹത്വമുള്ള ദൈവത്തിന് പ്രിയപ്പെട്ട കുടുംബമാക്കി കാത്ത് സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കാം. മൂന്നാമതായിട്ട് മറ്റുള്ളവരെ കാണുന്ന അവസരത്തിൽ അവർക്കെല്ലാവർക്കും നന്മയും കൃപയും കൊടുക്കുന്നവരായി, സന്തോഷം എത്തിച്ച് കൊടുക്കുന്നവരായി തീരുവാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ മാതാവ് ഈ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു. ആ മാതാവിൻ്റെ സന്നിധിയിലെ വിശുദ്ധ കുർബാന സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സഭയെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും മറ്റുള്ള എല്ലാവരെയും ദൈവാസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നാം പ്രത്യേകം പരിശ്രമിക്കുകയും
മാതാവിൻ്റെ മധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം. ഈ വലിയ അനുഗ്രഹീത സന്ദർഭം ഒരുക്കിയ ദൈവത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞ് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ദൈവസ്വഭാവയുടെ നാമത്തിൽ Sudev Bhagwan
ഞാൻ വരുന്നവരെ ഓർമ്മിക്കുമെന്ന്
all for praise and thanksgiving to you and your relation and your Holy Spirit. Never always and forever. Amen.
ഞങ്ങളെല്ലാം
സ്തുതി ചെയ്തിടുന്നു വായിക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോരാടിയാൽ ഞാൻ ഇന്നും ജീവിപ്പാൻ ഈടേണം. ശബ്ദമുയർത്തി പറയണം. അതിൽപ്പെട്ട ശിവനുമാകുന്നു ആദരങ്ങൾ ഹല്ലേലൂയ.
മരിച്ചോർക്കും
and we are very grateful to the rector and the community of this holy place, and we have got this great opportunity to celebrate the Mass in honor of the Holy Catholic Church. And we have got the Holy Father and all the bishops and clergy and religious and the faithful of the Holy Catholic Church. And Bishop Thomas, Joseph Mar Thomas from the Diocese of Bethany, which is one of the Diocese of the Syro-Malankara Catholic Church in India. And we have three rites, that is Roman Latin Church and Syro-Malabar and Syro-Malankara Church. And Syro-Malankara Church is one of the ancient liturgy, and we follow the Antiochian liturgy of Saint James. I thank you for all the congregation who has participated in this Holy Eucharist, and all the people who has very actively participated in this Holy Eucharist by singing the songs and making the responses in the vernacular language, Malayalam. And I thank all the guests who are in this chapel for blessing us with your presence. May God bless you. Thank you, thank you, thank you. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെയിതാ ഈ അൾത്താരയിൽ ഈ തിരു